ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. മെയ് 4 റിസൾട്ട് അറിയാം. നമ്മുടെ കേരളത്തെ ഇനി അങ്ങോട്ട് ആര് നയിക്കും അല്ലെങ്കിൽ ഏത് പാർട്ടി ഭരിക്കും എന്നൊക്കെ നമുക്ക് മെയ് 4 അറിയാം. പക്ഷെ ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം, എന്താവും റിസൾട്ട് അല്ലെങ്കിൽ റിസൾട്ടിനെ എന്തെല്ലാം സ്വാധീനിക്കുന്നുണ്ട്? 1957 മുതൽ 2026 വരെ, ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ വരെയുള്ളൊരു ട്രെൻഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ 16 തവണയാണ്, കഴിഞ്ഞതടക്കം 16 തവണയാണ് കേരള നിയമസഭയിലേക്കുള്ള ഇലക്ഷൻസ് നടന്നിട്ടുള്ളത്. ഈ 16 തവണയിൽ ഒറ്റ തവണ, അതായത് 2021 മാത്രമാണ് ഭരണ തുടർച്ച ഉണ്ടായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഭരണമാറ്റമായിരുന്നു. അതായത് കേരളത്തിലൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഭരണമാറ്റമായിരുന്നു. എന്തുകൊണ്ട് ഈ ഭരണമാറ്റം എന്ന് ചോദിച്ചാൽ, സന്ദേശം സിനിമയിൽ ഉത്തമനോട് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് ചോദിക്കുമ്പോൾ ഉത്തമൻ പറയുന്നുണ്ട്, കേരളത്തിലെ ഒരു പാർട്ടിയിലും പെടാത്ത 2% കുറേ പേരുണ്ട്, അവരാണ് നമ്മളെ ചതിച്ചത്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് സത്യം. കേരളത്തിൽ യാതൊരു പാർട്ടി അനുഭവങ്ങളും ഇല്ലാത്ത കുറച്ച് ജനതയുണ്ട്. ഏതാണ്ട് 2 മുതൽ 3% ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ വോട്ടാണ് സത്യം പറഞ്ഞാൽ ഭരണ തുടർച്ചയും ഭരണമാറ്റത്തെയും ഒക്കെ നിശ്ചയിക്കുന്നത്. പക്ഷെ ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം, ഒരു ബദൽ രാഷ്ട്രീയത്തെ തേടി അല്ലെങ്കിൽ ഇടതും വലതും അല്ലാത്ത മറ്റൊരു ബദലിനെ തേടി ആ ജനത പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായാലും ഇടതോ വലതോ ആണ് കേരളം ഭരിക്കാൻ പോകുന്നത് എന്നുള്ളത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഇടതിനോ വലതിനോ 71 എന്ന് പറയുന്ന ആ മാജിക്കൽ നമ്പറിനെ തൊടാൻ പറ്റുമോ? ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൊടാൻ പറ്റുമോ? അതോ വോട്ട് ചോർന്നിട്ടുണ്ടോ? ചോർന്നിട്ടുണ്ടെങ്കിൽ ആ വോട്ട് നിഷ്പക്ഷരിലേക്കും അഥവാ ആ മുന്നണിയിലേക്കും ഒക്കെ പോയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്ക് മെയ് 4 കിട്ടേണ്ടത്. അതാണ് കേരള രാഷ്ട്രീയത്തെ ഇനി അങ്ങോട്ട് മുന്നോട്ട് നയിക്കാൻ പോകുന്നത് എന്നെനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് സത്യം.